പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴൊക്കെ ഈ പരിഗണന നിങ്ങൾ ആലോചിച്ച് വെക്കണം. നിങ്ങൾ പറയും അച്ഛൻ അങ്ങനെ പറയാം, അച്ഛന് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ എന്തോരം ജീവിതങ്ങളെ കാണുന്നതാ. എന്തുമാത്രം നല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുരുതി കൊടുത്തു, എന്തുമാത്രം നല്ല പിള്ളേരെ കൊണ്ടുവന്ന് കുരുതി കൊടുത്തു. കുരുതി, നിങ്ങൾ പറ എന്താ സംഭവിച്ചത്? ദൈവഭയം. ദൈവഭയം ഉണ്ടോ? അത് ചിന്തിക്കണം. ഇനി എല്ലാം ഒന്നും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്നിടത്ത് നിൽക്കണമെന്ന് നിർബന്ധമില്ല. യെശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ 30:1. ഐസിയ 31 വായിക്കാമോ? യെശയ്യാ 30:1. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. എന്നെ ഒന്ന് കേൾക്കാമോ? എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും. ഇപ്പം നമുക്ക് കൺമുമ്പിൽ വരുന്നതെല്ലാം നല്ലതാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ. ഇപ്പം എല്ലാ സാഹചര്യവും അനുകൂലമായതുകൊണ്ട് ഒരു കാര്യം നല്ലതാവണമെന്നില്ല. ഇപ്പം നമ്മൾ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിൽ, അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം അത്തരം സമ്പർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പണം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, നല്ല ജോലി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ഈ കുട്ടി IELTS പാസ്സായതാണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഇത് നേഴ്സാണ്, വിദേശത്ത് ജോലിയുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുടുംബത്തിലൂടെ നിറവേറേണ്ട ദൈവിക പദ്ധതികൾ നിറവേറാൻ ഈ കുട്ടി പറ്റുന്ന ആളാണോ? ഭാര്യാഭർത്തൃ ബന്ധം മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്, പ്രിയപ്പെട്ട മക്കളെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെന്നറിയാമോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരെല്ലാം എന്നും പ്രാർത്ഥിക്കണം, ദൈവമേ, പണമോ സൗന്ദര്യമോ സമ്പത്തോ സമൂഹത്തിലെ ഉന്നത സ്ഥാനമോ ഒന്നുമല്ല, ദൈവഭയമുള്ള മക്കളെ, മരുമക്കളെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉറക്കെ പറ ഹല്ലേലൂയാ. ദൈവഭയമുള്ള. എന്താ സംഭവിക്കാൻ പോണെന്നറിയാമോ? ദൈവഭയമുള്ള ഒരാള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറിയാൽ, ദൈവഭയമുള്ള ഒരാളെ നിങ്ങൾ കുടുംബത്തിലേക്ക്, ബന്ധത്തിൽ ഒരു സമ്പർക്കത്തിലേക്ക് ഏർപ്പെട്ടാൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവഭയമുള്ള ഒരാൾ വന്ന് കയറിയാൽ എന്നെ സംഭവിക്കുന്നതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 35 വായിക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 35 ജോസഫിനെ കുറിച്ച് പറയും. പോത്തിഫർ എന്ന് പറയുന്ന വിജാതീയനായ പടത്തലവന്റെ വീട്ടിൽ അടിമപ്പണിക്ക് നിന്ന ജോസഫിനെ കുറിച്ച് ഉൽപ്പത്തി 35 ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇങ്ങനെ പറയും, ജോസഫിനെ ഓർത്ത് ദൈവം പോത്തിഫറിനെയും അവന്റെ വീടിനെയും അവന്റെ വയലിനെയും അവനുണ്ടായിരുന്ന സകലത്തെയും അനുഗ്രഹിച്ചു. ദൈവഭയമില്ലാത്തൊരുത്തൻ നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തിയാൽ, ദൈവഭയമില്ലാത്ത ഒരുവൾ നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തിയാൽ അത് ചിലപ്പോൾ സർവനാശത്തിന് കാരണമാകും. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മക്കളെ? ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിദേശത്ത് സ്ഥിരതാമസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് എത്രയോ കുടുംബങ്ങളാണ് തോരാത്ത കണ്ണുനീരി കിടക്കുന്നത്. ക്രിസ്ത്യാനി ആഗ്രഹിക്കണം, കുടുംബങ്ങൾ, ബന്ധങ്ങൾ രൂപപ്പെടുമ്പോൾ ആഗ്രഹിക്കണം, ഇത് ദൈവത്തെ വിളിക്കുന്ന ആളാണോ, പ്രാർത്ഥിക്കുന്ന ആളാണോ? നീ എത്ര ക്ലാസ് വേദപാഠം പഠിച്ചിട്ടുണ്ട്? നിന്റെ വികാരിച്ച് നിന്നെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് തരുമോ? അവന് ജോലിയുണ്ടോ ഇല്ലയോ അത് വിഷയമല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജോലി നാളെ കിട്ടും. സ്വഭാവം തിരുത്തണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. ജോലി നാളെ കിട്ടും, പക്ഷെ ഇയാളുടെ സ്വഭാവം മാറ്റിമറിക്കണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ബന്ധങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാകാൻ പറ്റുന്ന ഒരു ബന്ധമാണോ എന്ന് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ആഹാബ് ഈ ഒരൊറ്റ തീരുമാനം എടുത്തത് വഴി ഇസ്രായേലിന്റെ സർവ്വ ചരിത്രത്തിലും എന്നേക്കും തൂത്താലും മായ്ച്ചാലും മായാത്ത ഒരു തീരാ കളങ്കം ഉണ്ടാക്കി വെച്ചു ഈ സ്ത്രീ ജസബൽ. വെളിപാട് പുസ്തകത്തിൽ വരെ അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാ പറയാണ്, ജസബൽ 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 എന്ന് പറയുന്ന ആ അരൂപി നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഈ ആഹാബിന്റെ പാപങ്ങളെ കുറിച്ച് തിരുവചനം പറയുകയാണ്. ആഹാബ് ആരായിരുന്നു? അവൻ ഇസ്രായേലിന്റെ രാജാവായിരുന്നു. 22 വർഷം അവൻ ഇസ്രായേൽ രാജ്യത്തെ ഭരിച്ചു. അവൻ മുൻഗാമികളെക്കാൾ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാൾ അധികം
കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച ഒരു രാജാവ്, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ പ്രവർത്തിക്കാത്ത ഒരു രാജാവ്, ദൈവത്തെ വെല്ലുവിളിച്ച ഒരു രാജാവ്. അപ്പൊ ഈ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ തെറ്റ്, അദ്ദേഹം ജെറോബോവാമിന്റെ പാപങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയിലും തിന്മയിലുമെല്ലാം ജീവിച്ചു. തൻ്റെ മുൻഗാമികളായ രാജാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരമ്പരകളിൽ ഈ മനുഷ്യൻ പങ്കുചേർന്നു. ഇനി എടുത്തു പറയുകയാണ്, ശ്രദ്ധിക്കുക, എടുത്തു പറയുകയാണ്, അവൻ യേത്ബാലിൻ്റെ മകളായ ജസബലിനെ വിവാഹം ചെയ്തു. അതൊരു പാപമായിട്ടാണ് ഇവിടെ പറയുന്നത്. യേത്ബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്തത് ഒരു പാപമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നെ കല്യാണം കഴിച്ച പാവമാണോ? കല്യാണം കഴിക്കുന്ന പാവമാണോ? അയ്യോ, കല്യാണം കഴിച്ചതൊരു പാവമായി പോയി അച്ചോ എന്നാരെങ്കിലും പറയുമോ? പറയില്ല. എത്ര കൊള്ളരുതാത്ത കെട്ടിയവനാണെങ്കിലും ഭാര്യയാണെങ്കിലും കല്യാണം ഒരു പാവമൊന്നുമല്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെ ജനത്തിനുമൊക്കെ വലിയ നാശമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബന്ധത്തിൽ ആഹാബ് ചെന്ന് പെട്ടു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴൊക്കെ ഈ പരിഗണന നിങ്ങൾ ആലോചിച്ച് വെക്കണം. നമ്മൾ പരിഗണന വെക്കുകയും ചെയ്യേണ്ട മിനിമം പരിഗണന എന്താ വെക്കേണ്ടത്? പ്രാർത്ഥിക്കുന്ന ആളാണോ? പള്ളിയിൽ പോകുന്ന ആളാണോ? ദൈവത്തെ വിളിക്കുന്ന ആളാണോ? ഇതിലൊരു പരിഗണന കൊടുക്കേണ്ട. സമ്പത്തിന് സ്ഥാനം കൊടുക്കരുത്. ഇഷ്ടംപോലെ കാശുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചു വിടാന്ന് ചിന്തിക്കരുത്. അപ്പൊ എന്താ സംഭവിച്ചത്? ജസബലിനെ കല്യാണം കഴിച്ചാൽ അയൽ രാജാവായ യേത്ബാലുമായിട്ട് സഖ്യത്തിലായി ഇഷ്ടം പോലെ സമ്പത്തും ഇഷ്ടം പോലെ സ്വാധീനം ഉണ്ടാവുമെന്ന് കരുതി അങ്ങനെ ഈ ജസബലിനെ സൗന്ദര്യം കണ്ടും സമ്പത്ത് കണ്ടും സ്വാധീനം കണ്ടും കല്യാണം കഴിച്ചാണ് ആഹാബ്. അവൾ വീട്ടിലോട്ട് വന്നിട്ട് ആദ്യം ചെയ്ത് എന്നറിയാമോ? അവൾ വന്നപ്പോൾ അവളുടെ വിഗ്രഹങ്ങളെ കൂടി കൊണ്ടുവന്നു. എന്നിട്ട് അവൾ വന്നിട്ട് ആഹാബിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം രാജാവേ. ഇപ്പോഴത്തെ ദേശത്ത് മഴ പെയ്യണമെങ്കിൽ അവൾ പറയാണ് മഴയുടെ ദേവൻ ബാലാണ്. ദേശത്ത് മഞ്ഞ് വീഴണമെങ്കിൽ മഞ്ഞ് പെയ്യിക്കുന്നത് അശേര ദേവതയാണ്. ഹലോ, ഇവിടെ ഉണ്ടോ? മഴ പെയ്യിക്കുന്നത് ബാൽ ദേവനാണെന്നും മഞ്ഞ് വീഴിക്കുന്നത് അശേര പ്രതിഷ്ഠയാണെന്നും ജസബൽ രാജ്ഞി ആഹാബിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് ഭാര്യ തലയണ മന്ത്രം ഓതിക്കൊടുത്ത് രാജാവിനെ വഴിതെറ്റിച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അതുകൊണ്ട് മഴ പെയ്യണമെങ്കിൽ സമരിയായിൽ ബാൽദേവന് ക്ഷേത്രം പണിയാൻ പറഞ്ഞു. മഞ്ഞ് പെയ്യാൻ വേണ്ടി അശേര ദേവതയ്ക്ക് പ്രതിഷ്ഠ നടത്താൻ പറഞ്ഞു. നിങ്ങളിത് ശ്രദ്ധിക്കണം. അതായത് താൽക്കാലിക ലാഭം ഉണ്ടാവാൻ വേണ്ടി ദൈവത്തെ അല്ലാതെ മറ്റൊന്നിൻ്റെയും പുറകെ പോകരുത്. ദൈവത്തിൻ്റെ പുറകെ അല്ലാതെ വേറെ ഒന്നിൻ്റെയും പുറകെ പോകരുത്. തൽക്കാലത്തേക്ക് ഇത്തിരി ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് പോകരുത്. ഇതിങ്ങനെ ചുമ്മാ കയറി വരില്ല. ഇത് നിങ്ങൾ കേട്ടെ. ഇപ്പോൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ അത് മാനുഷികമല്ല, അത് പൈശാചികമാണ്. കേൾക്കുന്നുണ്ടോ? മാനുഷികമായ കാര്യമുണ്ട്. ഇപ്പൊ എന്താണ്, ഒരു ആണിന് പെണ്ണിനോട് താല്പര്യം തോന്നുന്നു, ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് പ്രേമ അഭ്യർത്ഥന നടത്തുന്നു. ഇതൊക്കെ ഹ്യൂമൻ, മാനുഷികമാണ്, ബയോളജിക്കലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധം മാനുഷികമല്ല, അത് പൈശാചികമാണ്. പൈശാചികം. അപ്പന് മകളോട് കാമം തോന്നിയാൽ അത് മാനുഷികമല്ല, അത് പൈശാചികമാണ്. മകളെ ഒരു സ്ത്രീയായിട്ട് മാത്രമേ അപ്പന് കാണാൻ പറ്റുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഇഷ്ടം പോലെ പെരുകി വരുന്നുണ്ട്. അത് ഇഷ്ടം പോലെ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണത്. അങ്ങനെയാണെങ്കിൽ അത് മാനുഷികമല്ല, അത് പൈശാചികമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൈശാചികമായതാണെങ്കിൽ, ഹലോ, പൈശാചികമായത് കേറി വരുന്നതിന് ഒരു വഴിയുണ്ട് മക്കളെ, ചുമ്മാ വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എവിടെ പിശാച് കയറിയോ അതിനൊരു വാതിലുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. എവിടെ പിശാച് കയറിയോ അതിനൊരു വാതിലുണ്ട്. എവിടെ ഒരു പൈശാചിക അടിമത്തം ഒരു കുടുംബത്തിൽ കയറിയോ അതിനൊരു വാതിലുണ്ട്. അത് ഉറപ്പാ.
കുട്ടിക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടിയാൽ മതി. ഞാൻ പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കന്മാരെ, എന്നോട് പിണക്കമൊന്നും തോന്നല്ലേ, എങ്ങനെയും ഇതിന് മാർക്ക് കിട്ടിയാൽ മതി എന്നൊരു സാധനത്തിൽ ജീവിക്കരുത്. നിങ്ങൾ ഊണിൽ ഉറക്കത്തിൽ ഒറ്റ കാര്യം ആഗ്രഹിക്കാവും, എന്താണ്? എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ച് ഒരു വിശുദ്ധയാവണം. അത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടത്? എല്ലാവർക്കും പഠിച്ച് ഞാൻ പറയട്ടെ, അതായത് നിങ്ങളുടെ കുഞ്ഞിന് വിശുദ്ധി ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരു സംവിധാനത്തിനും പറ്റില്ല. ആ കുട്ടി കേറി പോയിരിക്കും. മനസ്സിലായോ? വിശുദ്ധി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ആർക്കും തടയാൻ പറ്റില്ല. അതിനുവേണ്ടി വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും. അത് നമ്മൾ ഉന്തിത്തള്ളി മരം കയറ്റേണ്ട കാര്യമില്ല. ദൈവത്തെ അറിയുന്ന ഒരാൾക്ക് വേണ്ടി വാതിലുകൾ അടയ്ക്കപ്പെട്ടില്ല, തുറക്കപ്പെട്ടിരിക്കും. നിങ്ങൾ എരന്ന് നടക്കേണ്ട അവസ്ഥ വരില്ല. അതിന് അഡ്മിഷൻ വിളിച്ചു കൊടുക്കുക, ആളുകൾ വിളിച്ചു കൊടുക്കുക അഡ്മിഷൻ. അപ്പൊ അതുകൊണ്ട് ഈ തലയ്ക്കകത്തുനിന്ന് ഈ സാധനം എടുത്ത് കളയണം. എങ്ങനെയെങ്കിലും ഇതിനങ്ങ് മാർക്ക് കിട്ടിയാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാം? എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുമ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാമോ? 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലാണ് കുട്ടികൾ. എന്നാൽ ഇതിന് പരീക്ഷ എന്തോരം മെയിലാണ്. സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഈ കാലുവെന്ത നായുടെ കൂട്ട് ദേശാന്തരങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിലാണ് ഈ മെയിലൊക്കെ വരുന്നത്, വായിക്കുന്നത്, മറുപടി അയക്കുന്നത്, എല്ലാം ഇതിനിടയ്ക്കാണ്. അങ്ങനെയാണ് 2ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. ഞാൻ വിത്തൗട്ട് എനി സിംഗിൾ എക്സാജറേഷൻ, അതിശയോക്തിയില്ല ഞാൻ പറയാണ്, 2ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. അച്ഛാ 2ാം ക്ലാസ്സിലാണ്, ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഭ്രാന്ത് എടുത്തിരിക്കുകയാണ് ഈ അമ്മ. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അമ്മച്ചി എത്ര സമയത്തിലും വിളിച്ചിട്ട് 4 നല്ല വർത്താനം പറഞ്ഞു വിടണമെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇത്ര ഓബ്സസ്ഡ് ആവുന്ന എന്തിനാണ് ഈ കൊച്ചിന്റെ പഠന കാര്യത്തിൽ? അത് പഠിച്ചോളൂ എന്ന്, അത് ജയിച്ചോളൂ എന്ന്. ഇനി അത് തോക്കട്ടെന്ന്. ഒരു കാര്യത്തിൽ വ്യവസ്ഥ ഉണ്ടാവണം. മോളെ, പാവം ചെയ്യരുതടി, മോനെ പാവം ചെയ്യരുതടാ. നീ തോറ്റാലും വേണ്ടില്ല പാവം ചെയ്യരുത്, നീ തോറ്റ് കിടന്നാലും വേണ്ടില്ല പാവം ചെയ്യരുത്. എത്ര അപ്പനമ്മമാര് പറയും? നീ തോറ്റാലും വേണ്ടില്ല പാവം ചെയ്യരുത്. അപ്പൻ ആരോഗ്യമുള്ള കാലത്തോളം നിനക്ക് ചെലവിന് തന്നോളാം, നീ തോറ്റ് കിടന്നാലും വേണ്ടില്ല ഒരു പാവവും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടൊരമ്മ. മരിയ കുര്യത്തി പുണ്യവതിയുടെ അമ്മ പറഞ്ഞു, മോളെ നീ പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം നീ മരിച്ചു എന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞു. നീ പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം നീ മരിച്ചു എന്ന് കേൾക്കുന്നതാണ്. എത്ര പേര് പറയുന്നു മക്കളെ പാപം ചെയ്യരുത്, ഒരു പാവവും ചെയ്യരുത്, നമുക്ക് തെറ്റ് ചെയ്യണ്ട, പാപം ചെയ്യണ്ട, നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാം? എത്ര പേര് പറയുന്നു? തലയ്ക്കകത്ത് കയറി കിടക്കുന്ന മുഴുവൻ പഠിത്തം ജോലി ഇങ്ങനെയുള്ള സാധനമാണ്. ഞാൻ പറയട്ടെ, ഇതിലെല്ലാം 1ാം സ്ഥാനം കൊടുത്ത് പോയിട്ട് ഒടുവിൽ എവിടെയെങ്കിലും പോയി ആരെങ്കിലും നല്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മാനദണ്ഡങ്ങൾ വെച്ച് കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് അവസാനം കിടന്ന് കരച്ചിൽ. എൻ്റെ പൊന്നുമക്കളെ, സ്നേഹം കൊണ്ട് പറയുക, പ്രയാസം കൊണ്ട് പറയുക. കാരണം നമ്മൾ ദൈവം പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിൻ്റെ മുൻഗണനാക്രമം ദൈവഭക്തന്റെ ജീവിതത്തിലും ദൈവഭക്തൻ പാലിക്കണം. എന്തിനാണ് ദൈവം 1ാം സ്ഥാനം കൊടുക്കുന്നത്? അതിന് 1ാം സ്ഥാനം കൊടുക്കണം. അപ്പൊ അങ്ങനെ കർത്താവ് വിലമതിക്കുന്നതിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കാതെ പോയി ഒരു കല്യാണം കഴിച്ചു. ഇഷ്ടംപോലെ കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. എത്ര കുടുംബജീവിതങ്ങളാണ് തകർന്നത്? ഇതുപോലെയുള്ള ഓരോ കാര്യത്തിന് വേണ്ടി കല്യാണം കഴിച്ചു. ഇഷ്ടംപോലെ കാശ് കണ്ടിട്ട് കെട്ടി, നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടി, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടി. അവസാനം ഞാൻ പ്രയാസം കൊണ്ട് പറയുക, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളിൽ മഹാഭൂരിപക്ഷവും പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് വരുന്ന ജീവിതങ്ങളാണ്. ഒടുവിൽ ഒരു സമാധാനം ഇല്ലാതെ, ഒരു സന്തോഷമില്ലാതെ ഒടുവിൽ കിടന്ന് വട്ടം കറങ്ങി നടക്കുകയാണ്. ഇന്ന് വലതുകരം വരുത്തി എല്ലാ കുടുംബങ്ങളെയും നിന്ന് സമർപ്പിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, സ്തുതി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കരുത്. ഇവളെന്നാ ചെയ്യുന്നറിയാമോ? ഈ സ്ത്രീ വന്നിട്ട്, ഈ സഹോദരി വന്നിട്ട് ആഹാബിൻ്റെ അടുത്ത് പറയാണ്, രാജാവേ മഴ പെയ്യണമെങ്കിൽ നീ ഇങ്ങനെ മെഴുതിരിയും കത്തിച്ച് പള്ളിയിലും പോയി കുർബാനയ്ക്കും പോയി കുമ്പസാരിച്ചൊന്നും ഇരുന്നിട്ട് കാര്യമില്ല, അവിടെ പോയി എന്തെങ്കിലും ചെറിയൊരു പരിപാടി ചെയ്താൽ ഇപ്പം മഴ പെയ്യുന്നു. നീ ഇങ്ങനെ കുമ്പസാരിച്ചും കുർബാന ചൊല്ലിയൊക്കെ നടന്നോളാൻ പറഞ്ഞു. മഴ പെയ്യണമെങ്കിൽ ബാൽദേവന് ക്ഷേത്രം പണിയണം,
മഴ പെയ്യണമെങ്കിൽ ബാൽ ദേവന് ക്ഷേത്രം പണിയണം. മഞ്ഞ് പെയ്യണമെങ്കിൽ, അപ്പൊ മഴയുടെ ദൈവം ബാൽ, മഞ്ഞിന്റെ ദൈവം അഷേര. മഞ്ഞ് പെയ്യണമെങ്കിൽ അഷേര ദേവതയ്ക്ക് ക്ഷേത്രം പണിയണം. ഇനി കേട്ടെ, ഹലോ, ഇവിടെ ഉണ്ടോ? ഹലോ, ആ, അപ്പോ മഴ പെയ്യണമെങ്കിൽ ആർക്ക് ക്ഷേത്രം പണിയണം? ബാലോ? ബാൽ. ആ, ബാലുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതല്ലത്. അപ്പോ ബാൽദേവന് ക്ഷേത്രം പണിതാ മഴ പെയ്യും, അഷേരായിക്ക് ക്ഷേത്രം പണിതാ മഞ്ഞ് പെയ്യും. ഇനി ഇതിനകത്ത് ഇങ്ങോട്ട് നോക്കിയേ, ഹലോ, ഇതിനകത്തെ കുഴപ്പം എന്തെന്നറിയാമോ? അതായത് ഇത്തരം, ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എടേ നിന്റെ കച്ചവടം മെച്ചപ്പെടാൻ വേണ്ടി നീ പോയി ഈ അവിടെ ചെന്ന് അയാളെ കണ്ട് ഒരു പൂജയൊക്കെ ചെയ്ത് അത് ഈ കുറേ സാധനമൊക്കെ ജപിച്ച് തരും, അത് കൊണ്ടുവന്ന് ഇവിടെ ഇട്. ഹലോ, എന്താണെന്നറിയാമോ? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ധാർമ്മിക ജീവിതം എങ്ങനാണെങ്കിലും ഇത്തരം ദൈവങ്ങൾ നമ്മൾ ജീവിതം തിരുത്തണമെന്ന് ആവശ്യപ്പെടില്ല. ഇപ്പം നമ്മൾ കൂടോത്രത്തിന് ആഭിചാരം ചെയ്യാൻ പോയെന്ന് വെച്ചോ, ആഭിചാരം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആഭിചാരകൻ നിങ്ങളോട് പറയുമോ, ഞാൻ ആഭിചാരം ചെയ്തു തരാം, നിങ്ങൾ നിങ്ങളുടെ ആ കുറ്റം പറയുന്ന സ്വഭാവം നിർത്തിയിട്ട് വാ, പറയുമോ? ഇല്ല. അപ്പൊ ഇത്തരം വിഗ്രഹങ്ങളുടെ പ്രത്യേകത, വിഗ്രഹങ്ങൾ ഡിമാൻഡിങ് അല്ല. മനസ്സിലായോ? ഭക്തർക്ക് അതാണ് സന്തോഷം. ദൈവം ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ ക്രിസ്ത്യാനിയുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്ത്യാനിയുടെ ദൈവം പറയുന്നു, അശുദ്ധിയും വെച്ചോണ്ട് നീ ഇങ്ങോട്ട് ഈ പഞ്ചായത്തിൽ വരരുത്. ആർക്കെങ്കിലും ആ ദൈവത്തെ വേണോ? ആർക്കെങ്കിലും ആ ദൈവത്തെ വേണോ? മറ്റേത് എന്തോരം എളുപ്പമാണ്, ഒരു ഡിമാൻഡിങ്ങും ഇല്ല. എന്നാ കൊള്ളരുതായ്മ ചെയ്തിട്ടും ഈ വന്നാലും യാതൊരു പ്രശ്നമില്ല. അപ്പൊ ജസബൽ പറയാണ്, നീ ചുമ്മാ ഈ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കാതെ ബാൽദേവനെ വിളിക്ക്. ബാൽദേവനെ വിളിച്ചാൽ ഒന്നും ചെയ്യണ്ട, ഒരു അമ്പലം പണിത് കൊടുത്താ മഴ പെയ്യും. അഷേര ദേവതയ്ക്ക് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് ഒരു ഉത്സവം നടത്തിയാൽ മഞ്ഞ് പെയ്യും. നിന്റെ സ്വഭാവം തിരുത്തണ്ട, കള്ളം പറയുന്നത് തിരുത്തണ്ട, അഹങ്കാരം തിരുത്തണ്ട, വ്യഭിചാരം തിരുത്തണ്ട, ആക്രമം തിരുത്തണ്ട, കൊള്ള തിരുത്തണ്ട, അതിന് മാന്തുന്ന മാറ്റണ്ട. നീ പഴയ പോലെ തന്നെ ജീവിച്ചോ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് മതി മനുഷ്യന് ഇന്ന് ഇത് മതി. എങ്ങനെയും കാര്യം നടന്നാൽ മതി. ജീവിതം തിരുത്താൻ മനസ്സില്ല. ജീവിതം തിരുത്താൻ മനസ്സില്ലാതെ എളുപ്പ വഴിയിൽ കാര്യം സാധിക്കാൻ പരിശ്രമിക്കുന്ന സ്പിരിച്വാലിറ്റിയുടെ പേരാണ് ജസബൽ അരൂപി. പിടികിട്ടുന്നുണ്ടോ? ജസബൽ അരൂപി എന്ന് പറഞ്ഞാൽ ജീവിതം തിരുത്താൻ താല്പര്യം, എങ്ങനെയും കാര്യം നടന്നാൽ മതി. സ്വഭാവം മാറ്റാൻ ഒരു താല്പര്യമില്ല, സ്വഭാവം തിരുത്താൻ പറ്റില്ല. എടാ നിന്റെ കള്ളുകൂടി നിർത്ത്, അയ്യോ അത് പറ്റില്ല, എങ്ങനെയും കൊച്ചിന്റെ IELTS ഒന്ന് പാസ്സാക്കിത്താ, ഒന്ന് അച്ഛനൊന്ന് വെക്കച്ച, കൈ വെക്കച്ച, വെക്ക്, അച്ഛന്റെ കൈ ഏതാണ്ട് കൊന്നിരിക്കണം, വെക്കച്ച. അച്ഛനങ്ങ് കൈ വെക്ക്, അങ്ങ് മറിയല്ലേ, കുത്തി മറിഞ്ഞ് ഇടിച്ച്. മറിയേ, ഇങ്ങനെ മറിയല്ല നീ. ജീവിതം തിരുത്ത്. മനസ്സിലായോ? നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ദൈവം ഒന്ന് ഉഴപ്പി വിടാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഒച്ച മോനെ, പൊന്നു മോനെ, നീ നന്നാവടാ, നീ നന്നാവ്, എല്ലാം ശരിയാക്കി തരാം. നീ നന്നാവ്, നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ നന്നാവ്, നിന്നെ ഞാൻ കാനഡയിൽ എത്തിക്കാം. നീ നന്നാവ്, അല്ലാതെ നീ വട്ടം കറങ്ങി നിന്റെ ഊപ്പാട് വരുത്തേ ഉള്ളൂ. നീ എളുപ്പവഴി ക്രിയേറ്റ് ചെയ്ത് കാനഡയിൽ ചെന്നാൽ നീയും നശിക്കും, നീ കാനഡ നശിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ എവിടാന്ന് ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടം ചെറുപ്പക്കാര് പള്ളിയിലൊരു പണി ഒപ്പിച്ച് വെച്ചു. വികാരിച്ചൻ വിശുദ്ധ നാട്ടിൽ പോയി. ഹലോ, എവിടെ പോയി? വിശുദ്ധ നാട്ടിൽ, ഹോളി ലാൻഡിൽ പോയി. വികാരിച്ചൻ വിശുദ്ധ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വികാരിച്ചനോട് പിണക്കമാണ് അവിടുത്തെ യൂത്തിനെല്ലാം. പിള്ളേർക്ക് ഇഷ്ടമല്ല വികാരിച്ചനെ. വികാരിച്ചൻ വിശുദ്ധ നാട്ടിൽ പോയിട്ട് നല്ല സന്തോഷത്തോടെ ഇറങ്ങി വന്നപ്പോൾ പള്ളിയുടെ മതിലിൽ പിള്ളേർ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചു, ഞങ്ങളുടെ വികാരിച്ചൻ വിശുദ്ധ നാട്ടിൽ പോയി വിശുദ്ധ നാട് അശുദ്ധമാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. എൻ്റെ പള്ളിയിലൊന്നും അല്ല കേട്ടോ, നിങ്ങളുടെ നോട്ടം കേട്ടോ എൻ്റെ പള്ളിയിലത്ത. അപ്പൊ അതുകൊണ്ട് നീ ഈ വളഞ്ഞ വഴിയിലൂടെ കാര്യം സാധിച്ചാൽ, നീ വളഞ്ഞ വഴിയിലൂടെ കാര്യം സാധിച്ച് നീ കാനഡയിലെത്തിയാൽ നീയും നശിക്കും, കാനഡയും നശിക്കും.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ജസബൽ എന്താ, ജസബൽ പറയാണ് രാജാവേ, പൊന്നു രാജാവേ, ചുമ്മാ ആവശ്യമില്ല, നീ രാവിലെ എഴുന്നേക്കണം, ഈ 6:30 കുർബാനയ്ക്ക് പോകണം, പിന്നെ കുമ്പസാരിക്കണം, പിന്നെ ഈ അച്ഛൻ്റെ അടുത്ത് പോയി ഇതെല്ലാം പറയണം, വല്ല കാര്യമുണ്ടോ? വേഗം വന്ന് വേഗം ഒരു ക്ഷേത്രം പണി, ഇപ്പം മഴ പെയ്യുന്നു പറഞ്ഞു. എളുപ്പമല്ലേ? ആഹാബ് നോക്കിയപ്പോ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്തോരം മെനക്കേടാണ്. നമ്മുടെ പിള്ളേര്, ന്യൂ ജനറേഷൻ പിള്ളേര് പറയുന്നത് ഇത്, അയ്യോ എന്നാ മെനക്കേടാച്ചാ ഇതൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല, എങ്ങനെ തോന്നിയ പാടെ ജീവിച്ചാലും ഞങ്ങൾക്ക് ആ സഭയിൽ ചെന്നാൽ നല്ല സ്വീകാര്യതയാണ്. പക്ഷേ ബൈബിൾ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി അതല്ല. നീ നന്നാവാതെ നീ നിന്റെ ദൈവത്തെ 7 അയലത്ത് കാണില്ല. ഉറപ്പിച്ചോണം, നന്നാവാതെ. നന്നാവുക, മനസ്സിലായോ? അല്ലാതെ നമ്മളെ അങ്ങനെ അഴിച്ചു വിടുന്നൊരു ദൈവം അല്ലിത്. അഴിച്ചു വിടാൻ ദൈവത്തിന് താല്പര്യമില്ല, നിങ്ങളത് അറിഞ്ഞിരിക്കണം. നമ്മൾ മക്കൾ നല്ല തനിത്തങ്കം പോലെ അച്ചസ്ഫടിക സമാനം നമ്മൾ നിർമ്മലരായി ശുദ്ധരായി മാറാൻ ആഗ്രഹിക്കുന്ന അപ്പനാണ്. മക്കളെ വിലയുള്ളതാക്കി മാറ്റാൻ, വഴിയാധാരമായിട്ട് അഴിച്ചു വിടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല ക്രിസ്ത്യാനി ആരാധിക്കുന്നത്. നീ മെച്ചപ്പെട്ടേ പറ്റൂ. ഇനി നീ മെച്ചപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, നീ കയറുന്ന കപ്പൽ മുക്കിയിട്ടാണെങ്കിലും, നിന്നെ ഒരു മീനെ കൊണ്ട് വിഴുങ്ങിച്ചിട്ടാണെങ്കിലും, നിന്നെ നിനവയുടെ തീരത്ത് ഛർദ്ദിച്ചിട്ടിപ്പിച്ചിട്ടാണെങ്കിലും നിന്നെ അവൻ നന്നാക്കിയിരിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. നീ രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്, മനസ്സിലായല്ലോ? നീ രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്, നിന്നെ അവൻ നന്നാക്കിയിരിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാന്നൊന്നും ആരും വിചാരിക്കണ്ട. അവൻ നന്നാക്കി. നീ കയറുന്ന കപ്പൽ തകർത്തിട്ടാണെങ്കിലും, നിന്നെ ഒരു തിമിംഗലത്തെ കൊണ്ട് വിഴുങ്ങിച്ചിട്ടാണെങ്കിലും, കഴുതെ കൊണ്ട് നിന്നോട് സംസാരിപ്പിച്ചിട്ടാണെങ്കിലും നിന്നെ നന്നാക്കിയിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈ ജസബൽ പറഞ്ഞു കേട്ടിട്ട് ഈ ചേട്ടൻ, ഈ നാണം കെട്ടവൻ അത് പറഞ്ഞു കേട്ടിട്ട് അവിടെ എല്ലാം പോന്നിടത്തെല്ലാം ഓരോ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കും. പ്രവാചകന്മാരുടെ മനസ്സിൽ വേദനയാണ്, അവർക്ക് വലിയ പ്രയാസമാണ് ഇത് കാണുമ്പോൾ. അതുകൊണ്ട് അവർ പറഞ്ഞു, ദൈവമേ, അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, രാജാവാണ്, രാജാവിനോട് ഇത് ആര് പറയും? അപ്പോൾ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ വേഗം കടന്നു വരികയാണ്. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് പറയണ, എടാ ആഹാബേ, കൊള്ളക്കാരാ, എന്റെ ഭാര്യ പറഞ്ഞ് കേട്ട് ജീവിക്കുന്നവനെ, എടാ ആഹാബേ, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയും പെയ്യില്ല, മഞ്ഞും പെയ്യില്ല. നിന്റെ ബാലൊന്ന് പെയ്ക്കുന്ന കാണട്ടെന്ന് പറഞ്ഞു.